ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ ദേവിയെക്കുറിച്ച് വീണ്ടും പറയാൻ ആരംഭിച്ച് കുറച്ചായല്ലോ. അപ്പോൾ ഇന്ന് പറയുന്നത് ശാന്തി എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ശാന്തി. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. അത് എന്താണ് പറയുക, നമ്മുടെ ആ വാക്കിന് വലിയ വിശാലമായ അർത്ഥമുണ്ട്. എങ്കിലും അതിനെ ചുരുക്കത്തിൽ ക്ഷമാശീലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാവും കോപിക്കുക എന്നുള്ളത് പൈശാചികവുമാണ്. അതുകൊണ്ട് ക്ഷമ എല്ലാവർക്കും ഉണ്ടാവില്ല. ദൈവികമായ ഒരു കഴിവാണ്. ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചില ആൾക്ക് അങ്ങനെ ഞാൻ അവനെ വിടുകയില്ല എന്നാണ് പറയുക. അത് രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരെ നമ്മളെ കാണാൻ പറ്റും. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ചെറിയ പ്രായത്തിൽ പിന്നെ ആരോടും ക്ഷമയൊന്നുമില്ല. ഞാൻ പറയുന്നത് കുറച്ച് പ്രായം മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, ആ ഘട്ടങ്ങൾ മാറി മാറി പോകുമ്പോൾ ആണ് ഈ ക്ഷമയൊക്കെ തുടങ്ങുക. മറ്റേ കുട്ടിയായിരിക്കുമ്പോൾ നീ എൻ്റെ മൂക്കിന് തൊട് എന്ന് പറയുന്ന പരിപാടിയല്ലേ. അതെന്തിനാണ്? അടിക്കാൻ വേണ്ടിയാണ് മറ്റേവനെ. അതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കരിവള്ളൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1987. വൈകുന്നേരം. ഓ, 6:35 വൈകുന്നേരം. ശരി. ആരുടേതാണ്? നിങ്ങളെ തന്നെയാണോ? അല്ല, മകന്റെ ഭാര്യന്റെ. ഭാര്യയുടെ അല്ലേ? ആ സർ. എന്താണ് ഭാര്യയെക്കുറിച്ച് പറയേണ്ട കാര്യം? ജോലിയും മറ്റേ ഭാര്യ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. അല്ല, ജോലി ഇപ്പം 38 വയസ്സായാലും ഇപ്പം ജോലി ചെയ്യുന്നില്ലേ? ചെറിയ ജോലി ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. എവിടെ? പുറത്ത്? സൗത്ത് ആഫ്രിക്ക. എന്നിട്ട് പോകാൻ കഴിയുന്നില്ലേ? പോകുന്ന അതുണ്ട്, പക്ഷെ ചെറിയ വലിയ കിട്ടുന്ന ഇതില്ല. ദോഷമുണ്ട്. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലാണോ ഉള്ളത്? ആ അതെ. എന്നിട്ട് അവിടെ പോരാന്നാണോ നിങ്ങൾ പറയുന്നത്? വലിയ ജോലിയില്ല സാർ, ജോലി. അതിൽ മാറ്റം വരും, അവർക്ക് ഉയർച്ച വരും. ഈ എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം വളരെ വേഗത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. 6 മാസം കൊണ്ട്. ആ, അതെ. പിന്നെന്താണ്, നിങ്ങൾക്ക് ജോലിയുണ്ട്. ഭർത്താവിനെ കൊണ്ടെന്താണ് കുഴപ്പം? ഭർത്താവിന് ദോഷം? എന്ത് ദോഷം? നിങ്ങൾ ഇങ്ങനെ ഭാര്യ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, അടുത്ത പടിയിലേക്ക് കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് രക്ഷപ്പെടും, ഉറപ്പാണ്. ഓ, കുട്ടികളൊന്നും കുഴപ്പം വരില്ല.
ഇത് കാര്യങ്ങൾ പുരോഗതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആയിക്കോട്ടെ, എല്ലാം നന്നായി വരും. നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ആവട്ടെ ആവട്ടെ, മൂകാംബിയമ്മേനെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നാവുന്നില്ല. ദേവി കാക്കട്ടെ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, ശരി. അപ്പോൾ എല്ലാം മൂകാംബികമ്മയുടെയും തമ്പുരാട്ടിയുടെയും കൃപ. മനുഷ്യരെ വിശ്വസിക്കുന്നുണ്ട്, പറഞ്ഞാൽ ശരിയാവുന്നു. അത് വലിയൊരു അനുഗ്രഹമല്ലേ. അയാൾ എന്ത് പറഞ്ഞാലും കാര്യം പോക്കാന്ന് പറഞ്ഞാൽ പോയില്ലേ. കുറച്ച് ബുദ്ധി വേണ്ടേ. ബുദ്ധിയുള്ളവർക്ക് ഇന്നലെ ഇപ്പോൾ ഒരു വക്കീൽ വാദിച്ച പോലെ എൻ്റെ കക്ഷി ബുദ്ധിയില്ലാത്തവനാണ്. എനിക്കത് വായിച്ചിട്ട് ചിരിച്ച് രാഷ്ട്രീയം ഞാൻ പറയില്ല, അത് പ്രത്യേകിച്ച് ഇത് തിരഞ്ഞെടുപ്പ് കാലം കോൺട്രവേഴ്സി ആവും. അതുകൊണ്ട് ഞാൻ പൊളിറ്റിക്സിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഇന്നലെ കേട്ട ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് വല്ലാതെ ചിരി വന്നു പോയി. അതായത് ഒരുത്തൻ എന്തോ തെറ്റ് ചെയ്തു, അത് എന്തോ ആവട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ അവന് വേണ്ടി വേറൊരുത്തൻ വാദിച്ചു, ജയിലിലായി. മറ്റവന് എവിടെയോ കിടക്കുന്നു, അതവിടെ നിൽക്കട്ടെ. ഇയാൾക്ക് വേണ്ടി വാദിച്ചവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അയാളെ വക്കീൽ വാദിക്കുകയാണ്. വാദം പോയ പോക്ക് നോക്കണം. വക്കീൽ അവസാനം ഈ പ്രോസിക്യൂട്ടറോടൊന്നും പറയാനില്ല. അത് എൻ്റെ വർത്തമാനം കേൾക്കുന്ന വക്കീലുമാർക്കെല്ലാം വേഗം മനസ്സിലാവും, അല്ലെ കോടതി നടപടികൾ അറിയുന്നവർക്കും അത് മനസ്സിലാവും. അപ്പോൾ അപ്പുറത്തുനിന്നുള്ള ചോദ്യം വരുമ്പോൾ എൻ്റെ കക്ഷി ബുദ്ധിയില്ലാത്തവനാണെന്നാണ് ആരുടെ, പ്രതിയുടെ കക്ഷി, അതായത് രാഹുൽ ഈശ്വറിൻ്റെ വക്കീൽ പറയുക എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ലെന്ന്. ഇത് കോടതി റെക്കോർഡാണ്. നാളെ അയാളെ ആരെങ്കിലും മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വർത്താനമൊക്കെ കേട്ടിട്ട് ആൾ പൊട്ടനാന്ന് മനസ്സിലാക്കിയിട്ട് മന്ദബുദ്ധി എന്ന് വിളിച്ചു എന്ന് കൂട്ടിക്കോ, ഞാൻ കേസ് കൊടുക്കും, എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇത് ഇനി മുതൽ ഈ രാഹുൽ ഈശ്വറിന് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം റെക്കോർഡാ കോടതിയിൽ മന്ദബുദ്ധി. ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ഗതികേട് ഒരു മനുഷ്യന് വരില്ല. അയാളുടെ പ്രവൃത്തി ആകുമ്പോൾ തന്നെ ആദ്യം മുതലേ പണ്ട് ഏത് കാലം തുടങ്ങിയതാണ്, അവസാനം കൊണ്ട് ഇപ്പം ശരിക്കും കുടുങ്ങി. അതാണ് ഒരു ബുദ്ധിയില്ലെങ്കിൽ ചത്തുപോകുമെന്ന് പണ്ട് കുട്ടിക്കാലത്തെ കഥ കേട്ടിട്ടില്ലേ. അച്ഛൻ ഈച്ചയെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ തലമണ്ടയിൽ മൊട്ടത്തലയിൽ ഒരു വലിയ ഈച്ച ഇരിക്കുന്ന കണ്ടു. മഴുവെടുത്ത് ഒറ്റ വെട്ട്, അച്ഛൻ്റെ തല പൊളന്നു പോയി. 3ാം ക്ലാസ്സിൽ പഠിച്ച കഥയല്ലേ. അതേപോലെ ബുദ്ധിയില്ലെങ്കിൽ ചത്തുപോകും. മനുഷ്യന് ബുദ്ധി വേണം. അതുകൊണ്ടാണ് യാദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 എന്ന് നമോ നമോ എന്ന് പറയുന്നത്. ബുദ്ധിരൂപത്തിൽ ദേവി നമ്മളിൽ സ്ഥിതി ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പറഞ്ഞില്ലേ നിങ്ങളോട്. അത് ബുദ്ധി വേണം. ഇവരൊക്കെ ബ്രാഹ്മണനായിട്ടും ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, ഉപാസനയൊന്നും ഉണ്ടാവില്ല. ഉപാസന ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടനായി പോവില്ലല്ലോ. അതാണ് സത്യം പറഞ്ഞാൽ. ബ്രാഹ്മണനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്രയോ ബ്രാഹ്മണന്മാർ അങ്ങനെ വെറും പൂണൂലിട്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഉപാസനയൊന്നും ഉണ്ടാവില്ല. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 2003 ഏപ്രിൽ 2-നാണ് എൻ്റെ മോളെ ജനിച്ചത്. എൻ്റെ മോളെ വേറെ ആവട്ടെ, ഏപ്രിൽ 2 അല്ലേ? ശരി, സമയം പറയൂ. 4:30 മണിക്ക് വൈകുന്നേരം 4:30 മണിക്ക് അനുസരിച്ച്. ഓക്കെ ഓക്കെ. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം. എന്താണ് അമ്മക്ക് മോളെ പറ്റി അറിയേണ്ട വിഷയം പറയൂ. മോളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു 6 മാസത്തെ കുഞ്ഞിനുണ്ട്, 7 മാസത്തി ഒരു കുഞ്ഞിനുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇതില്ലാണ്ടൊരു തോന്നുന്നുണ്ട് മോളെ ജീവിതം അറിയിക്കുന്നത്. പ്രേമിച്ചിട്ടാണോ കഴിച്ചത്? അല്ല, സാധാരണ കല്യാണം തന്നെയാണോ? സാധാരണ അറിയിക്കുന്നവരെ തന്നെയാണ്. അപ്പൊ പ്രേമത്തിന് നിങ്ങൾ വിട്ടില്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഉള്ളത് പറഞ്ഞിട്ടില്ല നമ്മളോട്. അങ്ങനെ
ഇല്ലാതിരിക്കൂലല്ലോ നിങ്ങൾ വെറുതെ പറയുന്നതല്ല അത്. ഇവക്ക് അങ്ങനെയായിരുന്നല്ലോ യോഗം. നിങ്ങൾ എന്തോ കേൾക്കുമ്പോഴേക്കും പിടിച്ച് കല്യാണം കഴിപ്പിച്ചു അല്ലേ? കല്യാണം കഴിച്ചത്. ആ അതെ, അത് പ്രേമമായിട്ട് തന്നെയായിരുന്നു. നിങ്ങൾ വെറുതെ എന്തിനാണ് ഇത്ര വലിയ ഒരു കടുംകൈ ചെയ്തത്? ആരാണ് ഇങ്ങനെ പ്രേമിച്ചു പോയ ഇത്ര അപകടമാണെന്നൊക്കെ നിങ്ങളെയൊക്കെ ധരിപ്പിക്കുന്നത്? അതിൻ്റെ അത് അല്ല, അത് പിന്നെ കുട്ടിയായി. ചില പെൺകുട്ടികൾ അങ്ങനെയല്ലേ. ഒന്നാമത് ഇവക്ക് മനസ്സിന് ശക്തി എന്ന് പറയുന്നില്ലാതെ പെണ്ണാണ്. ഒരു ലെവലേശ ശക്തി ഈ കുട്ടിക്കില്ല. പിന്നെ അവൾക്ക് പിന്നെ ഒന്നിനും ധൈര്യമില്ലാതായിപ്പോയി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കുട്ടിക്ക് മനസ്സമാധാനക്കേടാണ്. ആ മറ്റേതാണെങ്കിൽ ഈ ഇത്ര സമാധാനക്കേട് വരില്ലായിരുന്നു. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ചത്ത കുട്ടീൻ്റെ ജാതകം നോക്കണ്ട, വിട്ടേക്ക്. പക്ഷേ ഇത് അതുകൊണ്ട് ഇപ്പം കുട്ടിക്ക്, നിങ്ങളുടെ മകൾക്കിപ്പോൾ സമാധാനം എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടില്ലേ? ആ അത് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. അതിപ്പോൾ ഒരു എന്തായാലും സമയത്തിൻ്റെ പിഴവ് ഇപ്പോൾ ഉള്ള തൽക്കാലത്തേക്കുള്ള കഠിനമായ അവസ്ഥ ചിലപ്പോൾ 2-3-4 മാസം കൊണ്ട് മാറ്റം വന്നേക്കാം. എന്നാലും ശരിയായ രൂപത്തിൽ മാറണമെങ്കിൽ 1-2 കൊല്ലം കഴിയും. ഇവളിങ്ങനെ വർത്തമാനം നന്നായി കുറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് അതെ, അതാ ഞാൻ പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം. അവൾ ഡിപ്രഷനിലേക്ക് പോകുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതെ, അത് കുട്ടി അവിടെ ഒരു വല്ലാതെ കാക്കയുടെ ശല്യം. നിങ്ങൾ ഒന്ന് മാറി നിൽക്കൂ. എന്തൊരു കാക്കയാ അത്! ഇങ്ങനെയുണ്ട് ഒരു കാര്യം. കുറച്ച് ചോറിട്ട് കൊടുക്ക്. അപ്പോൾ എന്നിട്ട് എന്തായി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ വിഷയം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. അതായത് പിന്നെ ഇവിടെ കുട്ടിക്ക് മാനസികമായ എന്താണ് പറയുക, ഒരു അവസ്ഥ മാറി വരുന്നുണ്ട്. അവളിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. അപ്പോൾ ചിരിയും കളിയും കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് 22 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? അവളുടെ മൈൻഡിനെ എങ്ങനെ നിങ്ങൾക്ക് അമ്മ എന്നുള്ള രൂപത്തിൽ നിങ്ങളൊക്കെ ചേർന്ന് നിൽക്കണം. ഇപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ഉണ്ട്. കാരണം ഓള് വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മാനസികമായിട്ട് ഹസ്ബൻഡ് വീട്ടിലാണെങ്കിലും മോളും ജനിച്ച്, അപ്പൊ മോക്കും അതിൻ്റെതായ കാര്യങ്ങൾ കിട്ടുന്നില്ല, ടെൻഷൻ നോക്കും. ഞാനിപ്പോൾ അതിനേക്കാളൊക്കെ ഭീകരമായിട്ട് ഞാൻ കാണുന്ന ഒരു സത്യം ഇവിടെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ മകള് ഇപ്പം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന നിങ്ങളുടെ മകള് ഡിപ്രഷനിലേക്കും, അത് ടെൻഷൻ മൂത്ത് ഡിപ്രഷൻ മൂത്ത് സ്കിസോഫ്രീനിയ എന്നുള്ള മാനസികമായ അവസ്ഥയിൽ വരെ എത്തിപ്പെടാം. അത്തരത്തിലുള്ള ദോഷങ്ങളുള്ള ജാതകമാണിത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു മറഞ്ഞു കിടക്കുന്ന ദേവിയുണ്ടോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ആ ദേവിയുടെ ദേവി ഉണർന്നിട്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവിയുടെ കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ടെങ്കിൽ കുറേയെല്ലാം സമാധാനം ഉണ്ടാവും. അതും കൂടി ദോഷമായിട്ടാണ് ഉള്ളതെങ്കിൽ വളരെ മോശമായിരിക്കും. അത് പ്രശ്നചിന്തയിലാണ് മനസ്സിലാവുക. സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ചിട്ട് വലിയ രൂപത്തിലുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ അറിയുന്ന ആളുകളും കുറവാണ്, അത് വേറെ കാര്യം. അപ്പോൾ അത് സാധാരണ പോയിട്ട് ഏതെങ്കിലും ഒരാളെ മുമ്പിൽ പോയിട്ട് പ്രശ്നം വെച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, അത് അത്തരത്തിലുള്ള ഒരു ദോഷവും കൂടി ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ തൽക്കാലം കൊടുങ്ങല്ലൂർ പോയിട്ട് അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക. അതിന് കോമരത്തന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, വെളിച്ചപ്പാടുമാരോടൊക്കെ. തൽക്കാലം നമുക്ക് ഒരു ശമനത്തിന് വേണ്ടി അത് അറിഞ്ഞില്ലെങ്കിൽ അത് അറിയുന്നവരെ നമുക്കിപ്പം കൊല്ലത്തിലൊന്ന് കൊടുങ്ങല്ലൂർ പോകാനേ പറ്റുള്ളൂ. കൊടുങ്ങല്ലൂരാണ് നമ്മുടെ ആസ്ഥാനം. ഈ ഭദ്രകാളി സ്വഭാവമുള്ള ദേവിയുടെ ഒക്കെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. നമ്മളിപ്പോ എങ്ങനെയാന്നേരോ പോവാ നമുക്ക്? അല്ല, നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ പോകുന്നതിന് എന്താണ്?
സോറി ഞാനെല്ലാം തിരിച്ചെടുത്തു. അല്ല അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി അത്ര idea മനസ്സിലായി. അതിപ്പോൾ അതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അത് ഞാനിപ്പം ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ആ ഹൃദയശുദ്ധി, നിങ്ങളുടെ ആ ഇത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് നൂറുകണക്കിന് മുസ്ലിം സഹോദരിമാർ ചോദിച്ച ചോദ്യം തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ കഴിഞ്ഞ 100-200 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പേ ഉള്ള കഥകൾ അതിനെ ഇപ്പോൾ കണ്ടുപിടിക്കാനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഈ ദേവീക്ഷേത്രം കൊടുങ്ങല്ലൂരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എന്നോട് പിന്നെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ പരിപാടിയിൽ അത് പറയുന്നില്ല. ഇതാ ഇവിടെ കാണുന്ന നമ്പറുണ്ടല്ലോ, ആ നമ്പറിൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ശരി ഓക്കെ ശരി, ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് ഞാൻ കൊടുക്കല്ലോ പോകാൻ പറയുന്നത്. പാവം ഞാൻ പൊട്ടനായി. ഈ ബാല ചോദിച്ച പോലെ ഞാനെന്താ പൊട്ടനാ? അല്ല, അവരവരുടെ കാര്യം പറയണല്ലോ, സത്യമാണല്ലേ. അവരൊക്കെ ഞാൻ പറഞ്ഞത് ജ്യോതിഷപരമായിട്ട് സത്യമായ കാര്യമാണ്. അവർ മുസ്ലിം എന്നുള്ള മറ്റൊരു കേസാണ്. അവരുടെ 100-200 വർഷം മുമ്പ് അവരും ഹിന്ദു തന്നെയല്ലേ. അവരുടെ അമ്മയുടെ അമ്മ. ഇപ്പോൾ ഇതിനിടെ എന്നെ കാണാൻ വന്ന ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞതുപോലെ അവരുടെ അമ്മയുടെ അമ്മ മുസ്ലിമായതാണ്, കാസർഗോഡ് നിന്ന്. അപ്പോൾ അവർ ഭയങ്കര ദൈവഭക്തിയാണ് ആ സ്ത്രീ. എന്നിട്ട് എപ്പോഴും ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ മൂകാംബിക പോവും. ഭർത്താവിനായതിനൊട്ട് വിരോധമില്ല. മൂകാംബിക പിന്നെ നമുക്ക് മുസ്ലിമാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കയറാമല്ലോ, അതുകൊണ്ട് പ്രശ്നവുമില്ല. ഇവിടുത്തെ പോലെ ആരും തടുക്കുമെന്നില്ലല്ലോ. അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല അതൊന്നും അവിടെ ആരും എഴുതി വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് പറയുക, ഇവിടെ യേശുദാസനെ പോലും ഗുരുവായൂർ കയറ്റില്ലല്ലോ, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജാതകപ്രകാരം ഇങ്ങനെ ഇവരുടെ കുടുംബത്തിൽ ദേവിയുടെ ദോഷം കാണുന്നു. അപ്പോൾ അതപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും മുസ്ലിമാണെന്ന് മുസ്ലിമായാലും ഞാനത് പറയും. അതിനൊന്നും എൻ്റെ മനസ്സിൽ മറ്റ് ഭേദചിന്തകളൊന്നും ഇല്ലല്ലോ. ഞാനേതാണ്ട് ഒരു നാരായണ ഗുരുവിനെ പോലെ ആയില്ലേ. എനിക്ക് ഇതെല്ലാം നാരായണ ഗുരു എവിടെയോ കിടക്കുന്ന മഹാൻ, അങ്ങനെയല്ല. ഈ ദൈവികമായിട്ട് മുമ്പോട്ട് പോകുന്നയാൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല, അത്തരം ചിന്തകളൊന്നും ഉണ്ടാവില്ല. അതൊരു സത്യമായ കാര്യമാണ്. കാരണം ദൈവം ആരെയും വെവ്വേറെ കാണാൻ പറയുന്നില്ലല്ലോ. അത് ദൈവികതയ്ക്ക് വിരുദ്ധമല്ലേ. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് ദൈവികതയ്ക്ക് വിരുദ്ധമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവികതയിൽ ഞാൻ വെള്ളം ചേർക്കില്ല, ഒറിജിനലാണ്. മനുഷ്യ എന്നുള്ള രൂപത്തിൽ ഞാൻ ചിലപ്പോൾ എന്തോ വേണ്ടത്ര ശരിയുണ്ടാവില്ല, പക്ഷെ ഒരു ദേവീ ഭക്തൻ എന്നുള്ള രൂപത്തിൽ ഞാൻ കറക്റ്റാണ്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ മാറ്റി പറയുന്നു തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ആ സഹോദരി ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് മൊത്തം പറഞ്ഞിട്ട് അതിൻ്റെ വശം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം അത് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരോട് നിങ്ങളിപ്പോൾ സ്വകാര്യം വിളിച്ചോളൂ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ വേണ്ടി വരുമല്ലോ. ഒരു കോൾ ഉണ്ട്. ഹലോ. എവിടെ തന്നെ വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ. പറയൂ, ഡേറ്റ് പറയൂ. 1991 ഡിസംബർ 8 രാത്രി 12:30. അപ്പം നമ്മൾ ഇത് വരില്ലേ, ഡിസംബർ 8 രാത്രി എന്ന് പറയുമ്പോൾ 9 ആവില്ലേ? അങ്ങനെയാണ് ജാതകത്തിൽ കാണുന്നത്. അത് 9 ആയിരിക്കുമല്ലോ അല്ലേ? 9 ആയിരിക്കും. പൂരാട നക്ഷത്രമല്ലേ? പൂരാട നക്ഷത്രം. ഓക്കെ. ആരുടേതാണെന്ന് പറയൂ. എന്റെ ജോലി കാര്യങ്ങൾ, എന്റെ തന്നെയാണ് ജോലി കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാ. ശരി. ജോലി PSCക്കാണോ ശ്രമിക്കുന്നത്?
അതെ. ഇപ്പം രാഹുദശയാണ് നടക്കുന്നത്. ഇപ്പോൾ ഉള്ള വ്യാഴാപഹാരം കുറച്ച് അനുകൂലമാണ്. അത് 28 2-ാം മാസം വരെ ഉണ്ട്. അതിപ്പോൾ തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ, 2 മാസം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാലൊന്ന് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കും. രാഹുദശയിൽ വ്യാഴാപഹാരം അത് പക്ഷേ കുറച്ചെന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത്തരത്തിലുള്ള വല്ല താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഈ ഒരുപാട് പേരിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ജോലി കിട്ടിയ കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആ ഭാഗവും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതെന്താണെന്നൊന്നും കൂടുതൽ ചോദിക്കണ്ട. അത് ചില എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ചില പഠിപ്പ്, ആ പഠിപ്പ് പ്രയോഗിക്കും. നോക്കാം. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ, ഇതൊക്കെ അത്ര തന്നെ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചോ. ഏതായാലും ഇവിടെ ജോലിക്ക് അനുകൂലമായിട്ട് ഇപ്പം വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നതുകൊണ്ട് കുറച്ച് അനുകൂലമായ സമയമാണ്. ഇതിപ്പോൾ ഏതാണ്ട് പിന്നെ നമ്മളെ പ്രായവും മാറി മാറി വരികയല്ലേ. ഇപ്പോൾ 34 വയസ്സെത്താൻ പോകുന്നു. അപ്പോൾ ഈ സമയം തന്നെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതിലേറ്റവും ഈ പ്രായം വെച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് 4 കൊല്ലമാണല്ലോ മൊത്തം ഉള്ളത്. അതിനു മുമ്പേ ഈ 3 ഇപ്പോൾ ഉള്ള വ്യാഴാപഹാരം 2 കൊല്ലം 26 27 ആ 2 കൊല്ലത്തിനിടയിൽ ലീസ്റ്റിലെങ്കിലും കയറിപ്പറ്റാൻ സാധിക്കണം. അതിന് ഒരു ചെറിയ ദൈവിക ശക്തിയുടെ സഹായവും കൂടി വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ബന്ധപ്പെടുക, കാണുക. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ യാദേവി സർവഭൂതേഷു ക്ഷാതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അപ്പോൾ ക്ഷമയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ക്ഷമാശീലത്തിൻ്റെ രൂപത്തിൽ പലതും പല സംഭവത്തിലും പ്രശ്നങ്ങളുണ്ടാവുക, കോപത്തിൻ്റെ കാഠിന്യം കോപിച്ചിട്ട് MD 2-ാം ഊഴത്തിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏട്ടൻ ഭാര്യയെ പണയം വെക്കുകയാണ്, പാഞ്ചാലിയെ. അങ്ങനെ ഭീമന് കോപം സഹിക്കാൻ കഴിയുന്നില്ല. ഏട്ടനായതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അങ്ങനെ പോയിട്ട് തീക്കൊള്ളി കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് MD പറയുന്നത്. അങ്ങനെ സഹദേവൻ അനിയനാണല്ലോ. നകുല സഹദേവന്മാരും അർജുനനും ഒക്കെ ഭീമൻ്റെ ഇളയതാണല്ലോ. സ്വാഭാവികമായിട്ടും ഭീമൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യണം. അങ്ങനെ സഹദേവൻ പോയി തീക്കൊള്ളി കൊണ്ടേ കൊടുത്തു. അപ്പോൾ ഭീമൻ ഇങ്ങനെ സ്വന്തം കൈ ഇങ്ങനെ പൊള്ളിച്ചു എന്നാ, കോപം സഹിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഏട്ടനെ അടിക്കാനും പറ്റില്ല. ഭീമൻ്റെ ആരോഗ്യം വെച്ചിട്ട് ഒറ്റ അടിക്ക് ധർമ്മപുത്രൻ മരിച്ചു പോകും. സാധാരണ നോർമൽ മനുഷ്യനാണല്ലോ ഭീമൻ, പറയണ്ടല്ലോ. അപ്പോൾ ഭീമൻ്റെ കരുത്ത് പ്രകാരം കഥയിലുള്ള ഭീമൻ, ഇപ്പം ഇവരൊക്കെ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ തർക്കിക്കാനൊന്നും ഞാനില്ല. ഇങ്ങനെ പുരാണ കഥയാണ്. പുരാണ കഥയിൽ ഭീമനെ അതിഭീകരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യത്തിൻ്റെയും കരുത്തിൻ്റെയും ഒക്കെ പരിപൂർണത, അതാണ് ഭീമൻ. അപ്പോൾ ആ ഭീമൻ ഒരടി അടിച്ചാൽ സ്വാഭാവികമായിട്ട് ഏട്ടൻ മരിച്ചു പോകും. പക്ഷേ കാരണം 100 മക്കളെയും കൗരവരെ കൊന്നതും ഭീമനാണല്ലോ. അപ്പോൾ അത്രമാത്രം ദുര്യോധനെ അടക്കം തുടക്കടിച്ച് കൊല്ലുന്നത് ഭീമനാണ്. ദുശാസനൻ്റെ മാറ് പിളർക്കുന്നത് ഭീമനാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ലുപോലും മലയാളത്തിലുണ്ട്. കീചകനെ കൊന്നതും മഹാകരുത്തനായിരുന്നു, അത് ഭഗനെ കൊന്നതും ഭീമൻ തന്നെ. അങ്ങനെ എല്ലാ ഭയങ്കരന്മാരെയും കൊന്ന് ഒടുക്കിയത് ഭീമനാണ്. അപ്പോൾ ആ ഭീമന് നോർമൽ മനുഷ്യനായ ധർമ്മപുത്രരെ അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏട്ടനെ അടിച്ചുകൂടാ. അങ്ങനെയാണ് സ്വയം കോപം വന്നിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് ക്ഷമാശീലം. അതൊരു ക്ഷമയുടെ വേറൊരു
പതിപ്പാണത്. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധി വേണം ഭയങ്കരമായിട്ട്. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പിലാണ്. കുത്തറപ്പ്, പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 26 സെപ്റ്റംബർ 1985. 26 സെപ്റ്റംബർ 1987. 85. ഓക്കെ, സമയം പറയൂ. സമയം അറിയത്തില്ല. സമയം അറിയത്തില്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. സമയമാണ് ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനം. ഒന്നും പറയാനാവില്ല. അത് നക്ഷത്ര വിട്ടാണ്, അത് വെച്ചിട്ടൊന്നും പറയാനാവില്ല. വൈകിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെല്ലാം സമയമുണ്ട്. കൃത്യമായ സമയം അന്വേഷിച്ചിട്ട് എന്നെ അടുത്ത പ്രാവശ്യം വിളിക്കും കേട്ടോ. ഓക്കെ, അത് എല്ലാവരും ശ്രദ്ധിക്കുക, വെറുതെ സമയം കളയണ്ട. നമ്മൾ എന്താണ്, ഞാൻ സിസ്റ്റത്തിലേക്ക് കൃത്യമായിട്ട് സമയവും ഡേറ്റും കൊടുത്തിട്ടാണ് ഫലം പറയുന്നത്. അല്ലാതെ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് തകരാറായിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആരും അതൊരു പൊളിഞ്ഞ പരിപാടിയാവില്ലേ. അത് ഏത് കാര്യവും നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ട കാര്യം വിജയിപ്പിച്ചെടുക്കണ്ടേ, അത് വേണമല്ലോ. അങ്ങനെ വിജയിപ്പിക്കണമെങ്കിൽ അതിൽ സത്യാന്തത കാണിക്കണം. നമ്മളൊരു കാരണവശാലും അത് ആ സത്യാന്തത വിട്ടുകൊണ്ടൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തകർന്നു പോകും. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്, പറയൂ. എല്ലാം കൂത്തുപറമ്പ് എന്നാണല്ലോ. ശരി, പറയാം. ശരി, 1958 ഓക്കെ. ഡിസംബർ 12. സമയം പറയൂ. 11 മണി രാത്രി. പൂരാടം. അതെ, എന്താണ് അറിയേണ്ട വിഷയം? മനസ്സിനൊരു സമാധാനമില്ല. മക്കളെല്ലാം നാലുമുറ. അത് പിന്നെ അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ. അതിപ്പോ എന്റെ ഏച്ചിക്ക് കുറച്ചായി രോഗം. ആ മാറുക. അല്ല, അത് ഏച്ചിയുടെ വെച്ച് പറയാം. നിങ്ങളെ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോ? എന്റെ ആരോഗ്യം മുട്ടുവേദന. ആ, അത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ശനിയുടെ ദശയാണ്. അപ്പോൾ ശനിയുടെ ദശയിൽ കേതുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വർഷം വളരെയേറെ മോശമായ ഫലങ്ങളുണ്ട്. കുറച്ച് കൂടുതൽ. അതെ, ഒരു വർഷം, അടുത്ത നവംബർ വരെ. അതുകൊണ്ട് ഈ ഒരു പീരീഡ് വളരെയേറെ ശ്രദ്ധിക്കണം. മറ്റേ കാര്യത്തിനേക്കാളും നിങ്ങളുടെ കാര്യം നോക്കണം. കാരണം ഇവിടെ ജാതകപ്രകാരം വളരെ മോശമായ ഫലങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഭദ്രകാളിയുടെ, അതായത് അവിടെ പിന്നെ തിരുവഞ്ചേരിക്കാവ്, പിന്നെ കൈതേരി അമ്പലം, അവിടെയൊക്കെ പോയിട്ട് കാര്യങ്ങൾ ദേവിയെ കണ്ട് ചെയ്യണം. പിന്നെ അത് ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കണോ? നിങ്ങൾക്കറിയില്ലേ? പിന്നെ അതേപോലെ ഗണപതിയുടെ അവിടെ ഒരു ഗണപതി ഉണ്ടല്ലോ, ആ കൂത്തുപറമ്പ് ടൗണിൽ നിന്ന് തന്നെ കുറച്ച് മുമ്പോട്ട് അവിടെ പോയിട്ടും ചെയ്യണം. എന്താണ് ആ സ്ഥലത്തിൻ്റെ പേരെന്ന് മറന്നുപോയി. അല്ല, അതല്ല, ഗണപതി. ആ, അവിടെ പോയിട്ടും ചെയ്യണം നിങ്ങൾ. ഇങ്ങനെ ഇപ്പം പിന്നെ കുറച്ച് പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതം നയിക്കേണ്ട സമയമാണിത്. ഒന്നാമത് നിങ്ങൾക്ക് മുജ്ജന്മ ദോഷമുള്ള സ്ത്രീയാണ്. ആ,
എന്ന് യാതൊരു സംശയവും ഉപയോഗിക്കേണ്ട. അതിപ്പോൾ നമുക്കറിയില്ലല്ലോ കഴിഞ്ഞ ജന്മം എന്താണ്. ഞാനുള്ള കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം കൊണ്ടല്ലേ ഇപ്പം ഈ കളിക്കുന്നത്. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും അത് ഈ ജന്മം, ഇത് കഴിഞ്ഞ ജന്മം. ഇത് രണ്ടും രണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കുറച്ച് കടന്ന വർത്താനാണ്. അത് നിങ്ങൾക്ക് ഓരോ ആളും ഈ ജന്മത്തിനുള്ളിൽ അല്ല. ജ്യോതിഷം പഠിച്ചവർക്ക് അതറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ജന്മം കുറച്ച് ദോഷം ചെയ്തിട്ടുണ്ട്. അത് ഈ ശനിയിലാണ് അതിൻ്റെ കളി കാണുക. അതുകൊണ്ട് ശനി നമ്മൾക്കാണെങ്കിൽ ഇവിടെ 2039 വരെ ഉണ്ട്. 14 വർഷം കൂടി ഇനിയും ഉണ്ട്. അപ്പോൾ ഈ ശനി നിങ്ങളെ വധം കഴിക്കുന്നതൊന്നും കാണുന്നില്ല, ചത്തുപോകില്ല എന്നർത്ഥം. ബാക്കി കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് വീഴ്ച വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം. പിന്നെ അസ്ഥി സംബന്ധമായിട്ട് പൊട്ടലൊക്കെ വരുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധാപൂർവം ജീവിക്കുക. പിന്നെ കുറച്ച് നമഃശിവായ, ഓം നമഃശിവായ, ഓം നമോ നാരായണായ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുക. അതൊക്കെ നല്ലതാണ്. കഴിഞ്ഞ ജന്മോ ജപിച്ചിട്ടില്ല, ഈ ജന്മമെങ്കിലും ഒന്ന് ജപിച്ചേക്ക്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിലും നല്ലത്. ആവട്ടെ ആവട്ടെ, അങ്ങനെ നീങ്ങിക്കോളൂ. ദേവി രക്ഷിക്കട്ടെ. ശരി. ഇത് ഈ ജ്യോതിഷം മുജ്ജന്മത്തെ അടിസ്ഥാനമാക്കിയാണ്. അത് പ്രാരാബ്ധം, സഞ്ചിതം, ആഗാമികം ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മ വിഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ജന്മം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ജന്മം വളരെ സാത്വികനായ ജീവിതം നയിക്കുന്ന പലരും മഹാദുരിതത്തിൽ അകപ്പെട്ടു പോയത് കണ്ടിട്ടില്ലേ? അതാണ് ഇപ്പം സുധാമാവിൻ്റെയൊക്കെ കഥ. കുചേലൻ എന്ന് പറയുന്ന സുധാമാവ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കൊടും ദാരിദ്ര്യം, മഹാസാധു. അവസാനം കൃഷ്ണനാണ്, ഭഗവാനെ കണ്ടപ്പോഴാണ് ദാരിദ്ര്യം മാറിയെന്നല്ലേ കഥ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഈ കുചേലൻ അല്ലേ സുധാമാവ് ആരെയെങ്കിലും ഉപദ്രവിച്ചവനാണോ? അല്ല. പക്ഷെ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ല. ദാരിദ്ര്യത്തിൻ്റെ പരകോടി. അങ്ങനെയാണ്. അതായത് നമ്മളെ കേരള സർക്കാർ ഇതിനിടെ ഇല്ലാതാക്കി എന്ന് പറയുന്നത് അതിദാരിദ്ര്യം. അതാണ് ഈ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ. ഈ അതിദാരിദ്ര്യം അനുഭവിച്ചവൻ കുചേലൻ. അപ്പോൾ കുചേലൻ്റെ ദോഷം കൊണ്ടാണോ? ഇന്ന് രാവിലെയും കൂടി 2 പേര് വെളുപ്പകാലത്ത് ഞാൻ ഇറങ്ങുന്ന, അതെല്ലാം അവർക്കറിയാം, ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ കറുത്ത മുണ്ട് കൊടുത്ത്, ഗുരു എന്തെങ്കിലും തരണം, അങ്ങനെ വന്ന് ചോദിച്ചാൽ രാവിലെ ആകുമ്പോൾ ഞാൻ എന്തായാലും കൊടുക്കുമെന്നറിയാം. കൊടുത്തു. ആ ചോദിക്കുന്ന ആ സമയേ ഇത് മലക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം, അത് അവരുടെ കാര്യം. കറുത്ത മുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് മലക്ക് പോകുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ പോവായിരിക്കാം, പോവില്ലായിരിക്കാം. പക്ഷെ അവരെ ഇന്നത്തെ ഭക്ഷണമായല്ലോ. അത് ഞാനെന്തിനാണ് ഇതൊക്കെ നോക്കുന്നത്? അവരൊക്കെ അങ്ങനെ കൈനീട്ടേണ്ട അവസ്ഥയാണെങ്കിൽ അതിപ്പോൾ എല്ലാ വീട്ടിലും പോയിട്ട് നീട്ടുന്നൊന്നുമില്ല. അതുപോലെ തിരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാർ അടുത്താണ് അങ്ങനത്തെ ആൾക്കാർ പോവുക. അത് സ്ഥിരം ഇതല്ല. ഇപ്പം അങ്ങനെ ഉള്ള ആൾക്കാരെ കുറവാണ്. മറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുമായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, കുറഞ്ഞല്ലോ. അപ്പം ഇത് ഇങ്ങനെ അപൂർവം ചില ആൾക്കാരെ നോക്കി പിടിക്കുക എന്നുള്ളതാണ്. അതും ചില പ്രത്യേക സമയത്ത് 8 മണിക്ക്
പൂജ കഴിഞ്ഞ് കൃത്യമായിട്ട് ഇപ്പോൾ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് തന്നെ അവിടെ കാത്തു നിന്ന് പിടിക്കുക. വെളുപ്പാകാലത്തായതുകൊണ്ട് അല്ലെങ്കിലും മുമ്പിൽ വന്നവരെ അങ്ങനെ മടക്കി അയക്കാറില്ല, എന്തെങ്കിലും കൊടുത്ത് വിട്ടേക്കും. അത് മനുഷ്യനെ, എല്ലാവരും മനുഷ്യന്മാരല്ലേ, നമ്മളെന്തിനാണ് ഇത്ര വലിയ ഏതോ ഒരു മുജ്ജന്മ സുഹൃതം കൊണ്ടല്ലേ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ അങ്ങനെ ആവേണ്ട സമയമായില്ലേ. ആ വന്നവർക്കൊക്കെ എൻ്റെ പ്രായം തന്നെയാണ്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാലല്ലോ ആ ഭക്ഷണം കഴിക്കുന്നില്ലേ കോലെല്ലാം പോവില്ലേ. കോലം നിലനിൽക്കുന്നതൊക്കെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ. അല്ലെങ്കിൽ എന്ത് കോലം, അവരെ പോലെ ഉണ്ടാവും ഞാനും. അങ്ങനെ കുറേ ആളത് ഉറപ്പിച്ചതാ ഇവൻ അങ്ങനെ ആയിത്തീരുമെന്ന്. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. ഇതെന്തോ കൂത്തുപറമ്പായത്? ശരി, പറയൂ, ഡേറ്റ് പറയൂ. 13 ഒക്ടോബർ 2012. സമയം രാവിലെ 4 മണി. പൂര നക്ഷത്രം. അതെ അതെ. എന്താണ്, ആരുടേതാണ്? മകളുടേതാണ്. ഓ, എന്താ, ചെറിയ കുട്ടിയല്ലേ, 13 വയസ്സല്ലേ, എന്താണ് അറിയേണ്ട വിഷയം? അവളെ പഠിപ്പും കാര്യങ്ങളൊക്കെ അറിയണ്ടിട്ടായിരുന്നു. ഇപ്പൊ 8ാം ക്ലാസ് അല്ലേ? ഇനി 8ാം ക്ലാസ്സിലേക്ക്. ഓ, ഇനി 8ാം ക്ലാസ്സിലേക്കുള്ളൂ. ശരി ശരി. അല്ല, ഇപ്പം പഠിക്കുന്നില്ലേ? ആ ഉണ്ട്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെ, എന്താണ് പിന്നെന്താണ് ഇത്ര ഇതാകുന്നത്? ഇനിയിപ്പം വരാനുള്ള കുറച്ചുകൂടി പിന്നെ ചന്ദ്രദശയാണ്, കുറച്ചുകൂടി നല്ല സമയമാണ്. നല്ല സുന്ദരി മോളാണ് അല്ലേ? അങ്ങനെയല്ലേ? അതെ 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 അതെ. ഒരു സ്റ്റാർ ലുക്കാണ് അല്ലേ? അങ്ങനെ തന്നെ വരും. അത് നോക്കാം, ഭയങ്കര സുന്ദരിയായിരിക്കും. നന്നായിരിക്കട്ടെ. സൗന്ദര്യം ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. അതിപ്പോൾ എന്തോ ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഏതായാലും മോള് പിന്നെ അങ്ങനെ വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും ഞാനൊന്നും കാണുന്നില്ല. എല്ലാം നന്നായി വരും തന്നെയാണ് കാണുന്നത്. പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. നോക്കൂ അമ്മ എന്ന് വിളിക്കുന്നത് മറ്റേ അവളുടെ അമ്മയായതുകൊണ്ടാണ്. നിങ്ങൾ എൻ്റെ മോളെ പ്രായമുണ്ടാണ്. അല്ല, ഞാൻ നോക്കൂ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ കുട്ടികൾ ഇങ്ങനെ ഈ ടീനേജിൽ അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമൊക്കെ വരും. അതൊന്നും വലിയ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ 7ാം ക്ലാസ്സാണ്. ഇനി അങ്ങോട്ടും ഉയർന്നു വരുമ്പോൾ പ്രത്യേകിച്ച് അവളുടെ ഈ സൂര്യദശയും കൂടി അങ്ങോട്ട് തീരും. 26 8ാം മാസം കൊണ്ട് സൂര്യൻ തീരും. അപ്പോൾ സൂര്യൻ തീർന്നു കഴിഞ്ഞാൽ പഠനത്തിൽ നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് പിന്നെ അടുത്ത ആ ഓണത്തിന് ശേഷം കുട്ടിക്ക് നല്ല പരിവർത്തനം വരും. നല്ല നിലയിൽ കുട്ടി പഠനത്തിൽ മുന്നേറി ശരിയായി വരും. നല്ല യോഗങ്ങളുള്ള കുട്ടിയാണ്. യോഗമാണ് മനുഷ്യനെ ഓരോ തരത്തിലും ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പോൾ ഇവളുടെ യോഗം നല്ലതാണ്. അതുകൊണ്ട് കുട്ടി തകർന്നു പോവില്ല, കുട്ടി മോശമായി പോവില്ല. ഇപ്പോൾ ചെറിയ മോളാണ്, അങ്ങനെയൊന്നും വലിയ ഇതാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് ഓവർ ആങ്സൈറ്റി എന്ന് പറയും, അത് വേണ്ട, അത് വിട്ടുകളാ. മോള് നന്നാവും. പറഞ്ഞ ഇന്ദുലാല പോരെ? പോരെ? ഞാൻ പറഞ്ഞത് മതിയായോ? ശരി, ഓക്കെ, ദേവി രക്ഷിക്കട്ടെ. ശരി. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ, മതി, സമാധാനമായി, മോള് നന്നാവും. ഇതിനേക്കാളും വലിയൊരു ദേവിയുടെ അനുഗ്രഹം എന്താണ്? അങ്ങ് പറയുകയാണ്, തീരുകയാണ് പ്രശ്നം. അമ്മ സമാധാനിക്കുകയാണ്, അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അത് വെറുതെ ആ മനുഷ്യൻ പറയില്ല എന്ന് അവർക്ക് എന്നിലും വിശ്വാസമുണ്ട്. ഈ വിശ്വാസമാണ്
ദേവി ആരാധന കൊണ്ട് ഞാൻ നേടിയെടുത്തത്. ഇതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ ഒരു അത് വിധിയോഗമാണ്, വിധിയോഗം, വിധിക്കപ്പെട്ട യോഗം. അപ്പോൾ ആ വിധിക്കപ്പെട്ട യോഗത്തിൽ ആരാധന നടത്തി അവരന് തോന്നണം, കേൾക്കുന്നവന് തോന്നണം. അല്ലാതെ ഇപ്പം വെറുതെ ആരെങ്കിലും പറഞ്ഞാൽ അവർ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ കൈ നോക്കാനെല്ലാം വരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അയാളൊക്കെ പറഞ്ഞ വല്ല ആരെങ്കിലും കണക്കിലെടുക്കുമോ? അതേസമയം ഞാൻ ടി വിയിലായാലും ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു വാക്ക്. അതെനിക്ക് തന്നെ, എനിക്കെൻ്റെ പരാശക്തി തന്നെ അത്യുജ്വലമായ കൃപയായിട്ട് ഞാനതിനെ കാണുന്നു. അത് ഇതിനും വലിയൊരു കാരുണ്യം ഒരു സാധാ മനുഷ്യനിലേക്ക് ഒരു ശക്തിക്ക് ചൊരിയാനാവില്ല എന്നും ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ സന്യാസി അല്ലല്ലോ, യോഗിയല്ലല്ലോ, ഒരു ഭോഗിയല്ലേ. ഒരു ഭോഗിക്ക് ഇതിലപ്പുറം എന്ത് കൊടുക്കാൻ പറ്റും? ശക്തിക്ക് കൊടുക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ, അതിൻ്റെ ടോപ്പ് അതാണ്. തന്നു കഴിഞ്ഞു എനിക്ക്. എന്താണോ കൊടുക്കാൻ ഉള്ളത് ഒരുത്തന്, ലൗകിക ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ശക്തിക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേ തലക്കുള്ള കാര്യങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും ഞാൻ മോഹിക്കുന്നുമില്ല. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. കാരണം ഈ അമിതമോഹം, അതിമോഹമാണ് മോനെ ദിനേശ എന്ന് പറയുന്നില്ലേ. ഈ അതിമോഹം വെച്ച് പുലർത്തുന്നവർക്ക് ശക്തിക്ക് വിരുദ്ധമാണ് പോലും. ഇവൻ എന്തു കൊടുത്താലും തൃപ്തിയില്ല, ഇവൻ എന്തു ചെയ്തിട്ടും കാര്യമില്ല, ഇവൻ ഒരിക്കലും ഇവൻ്റെ മനസ്സിൽ ഗ്രീഡി ആർത്തി, പോരാ പോരാ പോരാ. അതാണല്ലോ ഇപ്പോൾ ഉള്ള മുഴുവൻ സംഭവങ്ങളും. ഒടുക്കത്തെ ആർത്തിയാണല്ലോ. എനിക്കിനിയും വേണം, എനിക്കിനിയും വേണം. ഓരോരോ ഇന്നലെ ഒരു വാർത്ത വായിച്ചിട്ട് അനിയനെ കൊല്ലുകയാണ്, എന്നിട്ട് 4 കോടി. പണ്ട് സുകുമാരക്കുറുപ്പ് ചെയ്ത പണി. ആന്ധ്രാപ്രദേശിലായാലും അതും മനുഷ്യനല്ലേ. അനിയനെ വണ്ടി കയറ്റി കൊന്നിട്ട് അനിയൻ്റെ പേരിൽ 4 കോടി ഉറുപ്പിക ഇൻഷൂർ എടുത്തിട്ട് അവനെ കൊന്നു. 2 പേരെയും കൂട്ടിയിട്ട് അനിയനെ, നീ എന്തോ വണ്ടിക്ക് കേടുണ്ട്, അടിയിൽ പോയി നോക്കുമെന്ന് പറഞ്ഞു. ടയർ കയറ്റി കൊന്നു. എന്നിട്ട് അപകടമാണെന്ന് വരുത്തി വെച്ചു. ഇൻഷൂർ കമ്പനിക്ക് സംശയം തോന്നി. അവരൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് മാനിപ്പുലേറ്റഡാണ്, കെട്ടിച്ചമച്ച അപകടമാണ്. പണത്തിന് വേണ്ടി അനിയനെ കൊന്നു. അതും ഈ എന്തോ വൈകല്യമുള്ള അനിയനെ. അങ്ങനെയല്ല, ഇപ്പം എന്തോ അതിന് വേറെ വാക്കുണ്ടല്ലോ, അത് പറയാൻ പാടില്ല. വികലാംഗൻ എന്നൊന്നും പറയാൻ പാടില്ല, എന്തോ ഒരു വാക്ക് പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ അത് ഉള്ള അനിയനെയാണ് ഈ ഏട്ടൻ കൊല്ലുന്നത്. ഇതാണ് ഈ ഒടുക്കത്തെ ഗ്രീഡി, ആർത്തി. എന്ത് നേടി? പാവം അനിയൻ്റെ ജീവനും പോയി, ഇവനിനി സുഖമായല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, അത് ദൈവവിരോധമാണത്, ദൈവനിഷേധമാണത്. ദൈവം തന്നെ അതിനുള്ള പരിഹാരം അന്നേരം തന്നെ. ഇത് ദൈവത്തിന് പോലും തീരെ സഹിക്കാൻ കഴിയാതെ ഒരുപാട് അന്യായങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് തീരെ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഉടനെ തന്നെ ദൈവശിക്ഷയ്ക്ക് വിധേയമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അത് വിളിച്ച് ബുക്ക് ചെയ്തവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ജാതക പരിശോധന മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. കല്യാണക്കുറിപ്പ്, അതേപോലെ മുഹൂർത്തം, ഇതൊക്കെ ഞാൻ ഓൺലൈനിലാണ് ചെയ്യുന്നത്. അതൊന്നും നേരിട്ട് ചെയ്യുന്നില്ല. നേരിട്ട് പ്രശ്നചിന്ത പണ്ടേ ഇല്ല. അതുകൊണ്ട് ജാതകം പരിശോധിക്കേണ്ടവർക്ക് എന്നെ വന്ന് കാണാം, അതേപോലെ പരിഹാരം ചെയ്യേണ്ടവർക്കും. ബാക്കി ഓൺലൈനായിട്ട് ജാതകം അറിയേണ്ടവർക്ക് അങ്ങനെയും സൗകര്യമുണ്ട്. അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.